പിറവിക്കാലം 2-ാം ഞായർ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 21 മുതൽ 24 വരെയും 41 മുതൽ 52 വരെയുള്ള വാക്യങ്ങളുടെ വിശകലനം. ബാലനായ യേശു ദേവാലയത്തിൽ. സമുദായത്തിലെയും നാട്ടിലെയും ആചാരങ്ങൾ പാലിക്കുക എന്നത് നല്ല പൗരന്റെ കടമയാണ്. തങ്ങളുടെ മകൻ ദൈവപുത്രനാണെന്ന് അറിയാമെങ്കിലും യേശുവിനെ യഹൂദ മതാചാര പ്രകാരമാണ് മാതാപിതാക്കൾ വളർത്തിക്കൊണ്ട് വന്നതെന്ന് ഇന്നത്തെ സുവിശേഷം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. പ്രസവം കഴിഞ്ഞുള്ള ഒരു സ്ത്രീയുടെ ശുദ്ധീകരണ നിയമം. ലേവ്യർ 12:1-8. ഈജിപ്തിൽ നിന്നും ഇസ്രായേലിനെ മോചിപ്പിച്ചതിന്റെ ഓർമ്മയ്ക്കായി ആദ്യജാതരെ യഹോവയ്ക്ക് സമർപ്പിക്കണമെന്ന നിയമം. പുറപ്പാട് 13:1-2, 11:16. ദൈവത്തിന്റെ ജനമെന്നതിന്റെ ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദന കർമ്മം. ഉൽപ്പത്തി 17:10 തുടങ്ങിയ എല്ലാ ആചാരങ്ങളും അവർ പൂർത്തിയാക്കുന്നു. തുടർന്ന് വർഷം തോറും പെസഹ തിരുനാളിൽ പങ്കെടുക്കാൻ ശിശുവിനെയും കൊണ്ട് അവർ ദേവാലയത്തിൽ പോയിരുന്നു എന്ന് നാം കാണുന്നു. നസ്രത്തിൽ നിന്ന് ജെറുസലേം ദേവാലയത്തിലേക്ക് ഏകദേശം 150 കിലോമീറ്റർ ദൂരം നടന്നു തന്നെയാണ് അവർ പോയിക്കൊണ്ടിരുന്നത് എന്ന് ഇന്നത്തെ സുവിശേഷത്തിൽ നിന്നും വ്യക്തമാണ്. ഒരു ദിവസത്തെ വഴി പിന്നിട്ടപ്പോഴാണ് ബാലനായ യേശു കൂട്ടത്തിലില്ല എന്നവർ തിരിച്ചറിയുന്നത്. വീണ്ടും 2 ദിവസത്തെ അന്വേഷണത്തിന് ശേഷമാണ് അവർ അവനെ ദേവാലയത്തിൽ കണ്ടെത്തുന്നത്. വീട്ടിൽ ലഭിക്കുന്നതിനേക്കാൾ സ്വസ്ഥത അവന് ദേവാലയത്തിലാണ് ലഭിച്ചിരുന്നത് എന്ന് വേണം കരുതാൻ. സമയവും ദിവസവും പോയത് പോലും തിരിച്ചറിയാത്ത പോലെ ഉപാധ്യക്ഷന്മാരുടെ ഇടയിലിരുന്ന് ചർച്ചയിൽ അവൻ സജീവനായി പങ്കെടുത്തു. വേദപുസ്തകജ്ഞാനത്തിലുള്ള അവന്റെ ബുദ്ധിയിലും വ്യാഖ്യാനത്തിലും അത്ഭുതപ്പെട്ടു. ഈ ജ്ഞാനം ഇവന് എവിടെ നിന്ന്? മർക്കോസ് 6:2 എന്ന് അവന്റെ ശ്രോതാക്കൾ പിന്നീട് അത്ഭുതപ്പെടുന്നുണ്ടല്ലോ. 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെയുള്ള അവന്റെ അജ്ഞാത ജീവിതത്തിൽ യേശു എന്ത് ചെയ്യുകയായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. യേശു മാതാപിതാക്കളോടൊപ്പം അവർക്ക് വിധേയനായി ജീവിച്ച് ജ്ഞാനത്തിലും പ്രായത്തിലും ദൈവത്തിന്റെയും മനുഷ്യരുടെയും പ്രീതിയിൽ അച്ചടക്കത്തിൽ വളർന്നു വന്നു. അതുകൊണ്ടാണല്ലോ പെട്ടെന്നൊരു ദിവസം അവൻ പഠിപ്പിക്കാനും അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനും ആരംഭിച്ചപ്പോൾ ഇവൻ തച്ചൻ ജോസഫിന്റെയും മറിയത്തിന്റെയും മകനല്ലേ എന്ന് പുച്ഛഭാവത്തിൽ സ്വന്തം നാട്ടുകാർ ആക്ഷേപിക്കുന്നത്. മർക്കോസ് 6:1-6. മാതാപിതാക്കളുടെ വളർത്തുഗുണം അനേകം കുഞ്ഞുങ്ങളെ ദൈവീകരാക്കി മാറ്റിയിട്ടുണ്ട്. ചൊട്ടയിലെ ശീലം ചുടല വരെ എന്നാണല്ലോ പ്രമാണം. പ്രായം വർദ്ധിക്കുന്നതിനനുസരിച്ച് ജ്ഞാനത്തിൽ വളരാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നാം ശിക്ഷണം നൽകണം. ദൈവഭയമാണ് ഏറ്റവും വലിയ ജ്ഞാനം. കുഞ്ഞുനാൾ മുതൽ ദേവാലയത്തിൽ വളർന്നു വന്ന മറിയത്തിന്റെ മകനാണവൻ. ദൈവജ്ഞാനം കൊണ്ട് നിറഞ്ഞവനായി അവൻ വളർന്നു വന്നതിൽ അത്ഭുതപ്പെടാനില്ല. ആ നിറവാണ് മുതിർന്നപ്പോൾ അവൻ ജീവിതത്തിൽ അനുവർത്തിച്ചത്. ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതാണ് ഏറ്റവും വലിയ ജ്ഞാനം. എളിയവരിലേക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവരിലേക്കും ഇറങ്ങിച്ചെല്ലുക എന്നതായിരുന്നു അവന്റെ പ്രവർത്തന ശൈലി. അവന്റെ രാജ്യത്വത്തിന് അവസാനമുണ്ടായിരിക്കുകയില്ല. ലൂക്ക 1:33 എന്നായിരുന്നു മാലാഖയുടെ പ്രവചനം. രാജ്യത്വം എന്നത് മറ്റുള്ളവരെ അധീനതയിലാക്കാനുള്ളതല്ല, മറ്റുള്ളവരെ ശുശ്രൂഷിക്കാനുള്ളതാണെന്നും അവരുടെ ജീവന് പകരമായി അർപ്പിക്കാനുള്ളതുമാണെന്നും അവൻ പഠിപ്പിച്ചു. ഈ പാഠങ്ങൾ അവന് പകർന്നു കിട്ടിയത് കുടുംബത്തിൽ നിന്നാണ്. മക്കൾ നന്നാകണമെന്ന് ആഗ്രഹിക്കാത്ത മാതാപിതാക്കളുണ്ടോ? എങ്ങനെയാണ് കുഞ്ഞുങ്ങളെ വളർത്തേണ്ടതെന്ന് തിരുക്കുടുംബം നമ്മെ പഠിപ്പിക്കുന്നു. വിശുദ്ധിയുടെയും ആത്മീയതയുടെയും ബാലപാഠങ്ങൾ കുടുംബങ്ങളിലാണ് ശീലിക്കേണ്ടത്. ആധ്യാത്മികതയ്ക്കും ലൗകികതയ്ക്കും ഇടയിൽ ഒരു അതിർവരമ്പുണ്ട്. അതാണ് കുടുംബത്തിൽ കുഞ്ഞുങ്ങൾ പഠിക്കേണ്ടത്. ലോകത്തിലെ ഏത് കാര്യത്തിലും വിശുദ്ധിയുടെ ഒരു മാനമുണ്ട്. സമയം അത് ഇടതടവില്ലാതെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. പക്ഷേ ആത്മീയ സമയങ്ങളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ സമയം കൃത്യനിഷ്ഠയോടെ അതിനായി വേണ്ടി മാത്രം വിനിയോഗിക്കപ്പെടണം. ഉദാഹരണം, വിശുദ്ധ കുർബാന സമയം, കുടുംബ പ്രാർത്ഥനാ സമയം, വചനപാരായണ സമയം ഒക്കെ നിഷ്കർഷയോടെ മാറ്റിവെക്കണം. സ്ഥലങ്ങൾ. വിശുദ്ധമായ ചില സ്ഥലങ്ങളുണ്ട്. ഉദാഹരണം, ദേവാലയം, ധ്യാന കേന്ദ്രങ്ങൾ, ഗ്രോട്ടോകൾ, തീർത്ഥാടന കേന്ദ്രങ്ങൾ എന്നിവ. വസ്തുക്കൾ. ഉദാഹരണം, കുരിശ്, കാസ, പീലാസ, തിരുവസ്ത്രങ്ങൾ എന്നിവ.
വ്യക്തികൾ, ഉദാഹരണം മാതാപിതാക്കൾ, കാരണവന്മാർ, ഗുരുഭൂതർ, അധികാരികൾ തുടങ്ങിയവർ. ശബ്ദങ്ങൾ, കുരിശുമണി, പ്രാർത്ഥനാഗീതങ്ങൾ, സ്തുതിപ്പുകൾ എന്നിവ. അങ്ങനെ നോക്കുമ്പോൾ ദൈവം സൃഷ്ടിച്ച എല്ലാ കാര്യത്തിലും ഒരു ആത്മീയ വശമുണ്ട്. അതൊക്കെ മറന്ന് എല്ലാറ്റിനെയും എല്ലാവരെയും ലൗകിക കാഴ്ചപ്പാടോടെ നോക്കിക്കാണുന്നവർ തിന്മയിലേക്കും ജഡികതയിലേക്കും കൂപ്പുകുത്തുന്നു. ദൈവം കനിഞ്ഞു നൽകിയ സമയവും ബന്ധങ്ങളും അമൂല്യനിധിയായി കാത്തു സൂക്ഷിക്കപ്പെടേണ്ടവയാണ്. പക്ഷേ ഇന്ന് കുടുംബങ്ങളിൽ ദൈവീക വിഷയത്തിനു വേണ്ടി എത്ര സമയം നാം നീക്കിവെക്കുന്നുണ്ട്? കാലം മാറുന്നതനുസരിച്ച് കോലവും മാറണം എന്ന ന്യായമാണ് പലർക്കുമുള്ളത്. പഴയത് അതേപടി തുടരാൻ കഴിയില്ല. പക്ഷേ ലോകം എത്ര പുരോഗമിച്ചാലും അടിസ്ഥാന മൂല്യങ്ങൾ മാറ്റം വരാത്തവയാണ്. അതാണ് ലോകത്തിന്റെ ആത്മാവ്. പുരോഗതിക്കൊപ്പം ലോകമൂല്യങ്ങളും അതിവേഗം സഞ്ചരിക്കുന്നു. പക്ഷേ നിയന്ത്രണം വിട്ടുള്ള ആ പോക്ക് പടുകുഴിയിലേക്കുള്ള പ്രയാണമാണെന്ന് അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. സ്ലോ ആൻഡ് സ്റ്റഡി വിൻസ് ദ റേസ് എന്ന വാക്യം ആത്മീയ ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ്, വെളിച്ചമാണ്. ആത്മീയ അടിത്തറയുള്ളവൻ അവസാന ലാപ്പിൽ വിജയം കൊയ്യുന്നു.